ഇരിക്കൂർ ഇരിട്ടി സംസ്ഥാന പാതയിൽ പെരുമൺ സ്കൂളിന് സമീപത്തെ വളവിൽ അപകടം പതിവാകുന്നു. എസ് വളവും കലുങ്കുമാണ് അപകടത്തിനിടയാക്കുന്നത്. വളവ് വീതി കൂട്ടി അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇരിക്കൂർ ഇരിട്ടി സംസ്ഥാന പാതയിൽ പെരുമൺ സ്കൂളിന് സമീപത്തെ വളവിലാണ് അപകടം പതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. മിനി ബസും കാറും അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ്. പെരുമൺ സ്കൂളിന് സമീപത്തെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഒട്ടുമിക്ക അപകടങ്ങൾക്കും കാരണമെന്നാണ് ആരോപണം. എസ് രീതിയിലുള്ള വളവ്, വളവിൽ കൂറ്റൻ മരങ്ങളും കലുങ്കിന് സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡും ഇതൊന്നും ഡ്രൈവർമാർ കാണാത്തതിനാൽ അപകടം നിത്യസംഭവമായി മാറി. നിരവധി തവണ നാട്ടുകാരും സ്കൂൾ അധികൃതരും പൊതുമരാമത്ത് വകുപ്പിന്റെ ശ്രദ്ധയിൽ വിഷയം അവതരിപ്പിച്ചുവെങ്കിലും റോഡ് വീതി കൂടുന്ന നടപടി ഉണ്ടായില്ല. പെരുമണ്ണ് സ്കൂളിന് അതുപോലെ തന്നെ റേഷൻ കടയ്ക്കും മധ്യത്തിലായി ഒരു വളവുണ്ട്. അവിടെ നിരന്തരമായിട്ട് അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോലും അപകടമുണ്ടായി. പലതും രാത്രിയിലായതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അപകടം പറ്റി ആശുപത്രിയിലൊക്കെ അവരിപ്പോഴും ചികിത്സയിലാണ്. അപ്പോൾ ആ ഭാഗം റോഡ് വീതി കൂട്ടി ഒരു 4 വരി പാത ആക്കിക്കഴിഞ്ഞാൽ, നേരത്തെ അവിടെ ഒരു നല്ല വീതിയുള്ളതായിരുന്നു, റോഡിൻ്റെ ദിശ മാറ്റിയപ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടം തുടർക്കഥയാവുന്നത്. അധികൃതരുടെ ശ്രദ്ധ അതിൽ വേണ്ടത്ര പതിയണം. നേരത്തെ പെരുമണ്ണ് സ്കൂളിലെ കുട്ടികൾ നടന്നു പോകുമ്പോൾ ഉണ്ടായ ദുരന്തത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിന് തൊട്ട് മുമ്പിലാണ് ഈ പ്രദേശമുള്ളത്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു സത്വരമായ നടപടി ഉണ്ടാവണമെന്നാണ് ഒരു പ്രദേശവാസി എന്നുള്ളതിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയായ ഇതുവഴി 40ഓളം ബസ്സുകളും മറ്റ് ചെറുകിട വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. സ്കൂളിന് മുന്നിൽ നിന്നും പെരുമണ്ണ് പമ്പ് വരെ റോഡ് വീതി കൂട്ടി വളവ് ഒഴിവാക്കിയുള്ള വികസന പ്രവൃത്തി നടത്തിയില്ലെങ്കിൽ അപകടങ്ങൾ ഇനിയും വർദ്ധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.